പിള്ളേച്ചൻ്റെ കടയുടെ കഥ പറഞ്ഞു തുടങ്ങിയാൽ അരനൂറ്റാണ്ടിനും പിന്നിലേക്ക് പോകേണ്ടി വരും. ആദ്യാക്ഷരത്തിന് മുൻപ് പിള്ളേച്ചൻ പഠിച്ചെടുത്തത് ഭക്ഷണ വിഭവങ്ങളുടെ രുചിക്കൂട്ടുകളാണ്. നാടനൂണും മീൻകറിയും കപ്പയും ചേമ്പും കാന്താരി ചമ്മന്തിയുമായിരുന്നു പ്രധാന വിഭവങ്ങൾ. പിന്നീട് ഭാര്യ രമാദേവി വീട്ടിൽ തയ്യാറാക്കിയ അച്ചാറുകളും കടയിൽ വിൽക്കാൻ തുടങ്ങി. ഇപ്പോൾ ഈ കട അറിയപ്പെടുന്നത് തന്നെ അച്ചാറുകളുടെ പേരിലാണ്. വളരെ സ്വാദിഷ്ടമായ രുചികരമായ ഭക്ഷണമാണ്. എല്ലാ തരം അച്ചാറുകളും ഉണ്ട്. ഇവിടെ കുറച്ചും കൂടി നല്ല ഫ്രഷായിട്ടുള്ള ഐറ്റംസാണ് കൂടുതലായിട്ടും കിട്ടുന്നത്. 15-ലധികം അച്ചാറുകൾ പിള്ളേച്ചൻ്റെ കടയിലുണ്ട്. മീനച്ചാറും ബീഫച്ചാറുമാണ് കൂട്ടത്തിലെ കൊമ്പന്മാർ. മായം ചേരാത്ത നാടൻ തേനും പിള്ളേച്ചൻ്റെ കടയിലെ പ്രധാന ഐറ്റമാണ്. എല്ലാം യുണീക്കാണ്. അപ്പോൾ ഫിഷ് ആണെങ്കിൽ ബോൺലെസ് ആയിരിക്കും, നമ്മൾ കേരയാണ് ചെയ്യുന്നത്. അതിൻ്റെ വൈറ്റ് മീറ്റ് ആയിരിക്കും കൂടുതലും ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ണിമാങ്ങ ആണെങ്കിൽ നമുക്ക് കുറച്ച് ട്രൈബൽ കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ അവർ നമുക്ക് ആ മാങ്ങ എല്ലാ സീസണിലും അവർ നമുക്ക് കൊണ്ടുതരും. അപ്പോൾ അതാണ് നമ്മൾ ഒരു വർഷത്തേനുള്ള സ്റ്റോക്ക് ചെയ്തിട്ട് അതാണ് ചെയ്യുന്നത്. അപ്പോൾ കാട്ട് കണ്ണിമാങ്ങ തന്നെയുള്ളൊരു ഇതിലാണ് ചെയ്യുന്നത്. കുളമാവ് വഴി പോയാൽ നടൻ മമ്മൂട്ടി പിള്ളേച്ചൻ്റെ കടയിൽ എത്തിയിരിക്കും. വർഷങ്ങൾക്ക് മുൻപ് ഒരു കട്ടൻ ചായ കുടിക്കാൻ കടയിലെത്തിയ മെഗാസ്റ്റാറിനെ പിള്ളേച്ചൻ നാടൻ രുചി വിളമ്പി സ്ഥിരം കസ്റ്റമറാക്കി. മമ്മൂട്ടി വരുമ്പോൾ ഞാൻ മമ്മൂട്ടിയൊന്നും അറിയുന്നില്ല. ഒരു കടിച്ചായ ചോദിച്ചു, കടിച്ചായ കൊടുത്ത് പിടിച്ചുകൊണ്ട് അങ്ങോട്ട് ഞാൻ ഓർച്ചു തന്നത്. എൻ്റെ വൈഫ് പറഞ്ഞു മമ്മൂട്ടിക്കാന്ന് നോക്കാൻ പറഞ്ഞപ്പോഴാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ നോക്കുമ്പോൾ മനസ്സിലായി. അന്ന് ചിരിയൊക്കെ പാസ്സാക്കി പോയതേ ഉള്ളൂ. പിന്നീട് പിള്ളേച്ചെന്ന് മുന്നിൽ വന്നു. അന്ന് ചേമ്പും കാന്താരിയൊക്കെ കഴിച്ചിട്ട് പോയി. ഇനി ഇടയ്ക്കിടയ്ക്ക് വരും. പിള്ളേച്ചൻ്റെ ഹോട്ടലിലെ സ്വാദ് നുകരാനെത്തുന്ന സിനിമാ താരങ്ങളും രാഷ്ട്രീയ നേതാക്കളും നിരവധിയാണ്. മക്കളായ രാഹുലും ഹരികൃഷ്ണനും കൂടി പിള്ളേച്ചന് കൂട്ടായി എത്തിയതോടെ ഓൺലൈൻ ഓർഡറുകളെടുത്ത് അച്ചാർ ഇന്ത്യ മുഴുവൻ കൊറിയർ വഴി എത്തിച്ചു കൊടുക്കാൻ തുടങ്ങി. നമ്മുടെ ആൾക്കാർ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നമ്മൾ പിക്കിൾ എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും അടുത്ത ലക്ഷ്യം. അപ്പോൾ നമ്മൾ അടുത്ത യൂറോപ്യൻ കൺട്രീസ്, നമ്മുടെ GCC കൺട്രീസിലേക്കൊക്കെ ഞങ്ങൾ ഈ പിക്കിൾ എത്തിക്കാനുള്ളൊരു പരിപാടിയിലാണ്. അപ്പോൾ ഇടുക്കിയിലേക്കും കുളമാവ് ഡാമിലേക്കും ഒക്കെ വിനോദസഞ്ചാരത്തിനെത്തുന്നവർ നിർബന്ധമായും ഉറപ്പായും പിള്ളച്ചേട്ടൻ്റെ കട കൂടി സന്ദർശിച്ച ശേഷം ഇവിടുത്തെ രുചികൾ ആസ്വദിച്ച ശേഷം മാത്രം മടങ്ങുക. കുളമാവിൽ നിന്നും നന്ദുഷ എസ്, മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.